بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നവ സമൂഹത്തിൽ ഇസ്ലാമിനെതിരെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ജെൻഡറുമായി ബന്ധപ്പെട്ട്, ജെൻഡർ സമത്വവുമായി ബന്ധപ്പെട്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥതലം, ഈ ജെൻഡർ എന്നതുകൊണ്ട്? ജെൻഡർ ഇക്വാലിറ്റി എന്താണെന്ന് വെച്ചാൽ പുരുഷനും സ്ത്രീക്കും ഒരേ അവസരങ്ങൾ കിട്ടണം എന്നുള്ള ഒരു വാദമാണ്. അധികാര തരത്തിലും മറ്റുമൊക്കെ സ്ത്രീകളും പുരുഷന്മാരും നിയമസഭയിൽ 50% സീറ്റ്, ബസ്സിൽ 50% സീറ്റ്, എല്ലായിടത്തും തുല്യ അവസരം വേണം എന്നുള്ളതാണ് ആ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായോഗിക തലത്തിൽ കുറേ പ്രശ്നം വരും കേട്ടോ. അപ്പോൾ ചുമട്ട് തൊഴിലാളികൾ 50% സംവരണം വേണം, അങ്ങനെയൊന്നും ആരും പറയില്ല. അധികാര കേന്ദ്രം അങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ്. ഈ നവ സമൂഹത്തിൽ, അതായത് ഇപ്പോൾ മോഡേൺ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്, ഈ ഒരു സമൂഹത്തിൽ താങ്കൾ പറഞ്ഞ ഈ ജെൻഡർ ഈക്വാലിറ്റി കൊണ്ട് അത് ഇസ്ലാമിൻ്റെ അത് ഒരു വ്യത്യസ്ത വിഭാഗത്തെ മാറ്റി നിർത്തുന്നു എന്ന് ഇസ്ലാമിക കാഴ്ചപ്പാട് കൊണ്ട് വരുമോ? അതായത് ഇസ്ലാം എങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി നോക്കി കാണുന്നു വെച്ചാൽ രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഈക്വലായി കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഈ ഇക്വാലിറ്റി സ്ത്രീ പുരുഷർക്കിടയിൽ മാത്രമല്ല ഇസ്ലാം ഇല്ല എന്ന് പറയണത്. എവിടെ ഈക്വാലിറ്റി ഇല്ല? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് തുല്യമല്ല, ലോകത്തൊന്നും മറ്റൊന്നിനോട് തുല്യം, എല്ലാവരും അനന്യമാണ്, എല്ലാം ഐഡൻറ്റിറ്റിക്കലാണ്. സ്ത്രീയും പുരുഷനും ഒരിക്കലും തുല്യമല്ല എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീ പുരുഷനെന്ന് രണ്ടായിട്ട് നമുക്ക് പറയേണ്ടി വരികയും ചെയ്യുന്നത്. ബയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ട് അതനുസരിച്ചുള്ള ധർമ്മങ്ങളാണ് അവർ നിർവഹിക്കേണ്ടതെന്നുള്ള എല്ലാ സമൂഹവും എല്ലാ കാലത്തും അംഗീകരിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുരുഷനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബീജോൽപാദനം സാധ്യമുള്ളൂ, അതെൻ്റെ ബയോളജിക്കലായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. സ്ത്രീക്ക് ഗർഭധാരണം, പ്രസവം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഇക്വാലിറ്റിക്ക് വേണ്ടി ഇത് രണ്ടും ഇവർ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് സമൂഹം ചില രീതികളൊക്കെ അങ്ങനെ സൊസൈറ്റിയിൽ തിരഞ്ഞെടുത്ത് വന്നിട്ടുണ്ടാകും. ഇസ്ലാം ഈ സൊസൈറ്റികൾ തിരഞ്ഞെടുത്ത് വന്ന എല്ലാ രീതികളെയും നിലനിർത്തണം എന്ന് പറയുന്നില്ല, മറിച്ച് ഇസ്ലാം കൃത്യമായി ജെൻഡർ റോൾസ് നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. ഈ ജെൻഡർ റോൾസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തേ, ഇപ്പോൾ പുതിയ കാലത്ത് ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ജെൻഡർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്യണത്. ഇത്രകാലം മനുഷ്യന് സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ ജെൻഡർ നിശ്ചയിച്ചിരുന്നു. മെയിൽ സെക്സ് ആണെങ്കിൽ പുരുഷൻ, ഫീമെയിൽ സെക്സ് ആണെങ്കിൽ സ്ത്രീ നിശ്ചയിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ പാടില്ല എന്നാണ് പുതിയ ജെൻഡർ ആക്ടിവിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ജെൻഡർ അങ്ങനെ അല്ലെങ്കിൽ ജെൻഡർ റോൾ എന്താണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ട് അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പിന്നെ എന്താണ് പുരുഷൻ? ശാരീരികമായ സവിശേഷതകൾ അല്ലെങ്കിൽ പിന്നെ എന്താണ് പുരുഷൻ എന്നൊരു ചോദ്യം അവിടെ വരികയാണ്. അതായത് പുരുഷനും സ്ത്രീയും തുല്യമാണ് എന്ന് വാദിച്ചുകൊണ്ട് മതങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ അസ്തിത്വ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ശാരീരികമായ പ്രത്യേകതകൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ട്രാൻസ്ജെൻഡറിസം പറയുന്നത്. എങ്കിൽ പിന്നെ എങ്ങനെയാണ് സ്ത്രീയെ ഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് പുരുഷനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ സ്ത്രീ പുരുഷൻ തുല്യതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൽ സാങ്കേതികമായ പ്രശ്നം. ഇസ്ലാം നോക്കിക്കാണുന്നത് എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്, അതുപോലെ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ജോലി ചെയ്തോ അല്ലാതെയോ കുടുംബത്തെ പോറ്റുക എന്ന നിർബന്ധ ഉത്തരവാദിത്തം പുരുഷന് കൊടുത്തു, സ്ത്രീക്ക് അതിൽ ഇളവ് കൊടുത്തു. സ്ത്രീക്ക് ചെയ്യാം, ഓപ്ഷണലാണ്, കൂലി കിട്ടും, അവൾക്ക് ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ പ്രശ്നമില്ല. പക്ഷേ കുടുംബം പോറ്റാതിരുന്നതിൻ്റെ പേരിൽ അവൾ കുറ്റക്കാരിയല്ല, എന്നാൽ പുരുഷൻ കുറ്റക്കാരനാണ്. ആ പുരുഷന് അവിടെ നിർബന്ധ ബാധ്യത കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇസ്ലാമിൽ സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ജെൻഡർ റോൾസ് ഉള്ളത്. ഇതിലെ നിയമങ്ങൾ ചില സ്ത്രീകൾക്ക് വേണമെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ട് ചിത്രീകരിക്കാം, പുരുഷന്മാർക്ക് പുരുഷ വിരുദ്ധമായിട്ട് ചിത്രീകരിക്കാം. ഇപ്പോൾ സ്ത്രീക്ക് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഇസ്ലാം എന്നെ നിർബന്ധിച്ചില്ല, എനിക്ക് നിർബന്ധ ബാധ്യത നൽകിയില്ല, എന്തിന്? കുടുംബം നോക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് എന്നെ ജോലിക്ക് പോകാൻ സമൂഹം നിർബന്ധിക്കാത്തത്, അതുകൊണ്ടാണ് എനിക്ക് ജോലിക്ക് പോകാതിരിക്കേണ്ടി വരുന്നത് എന്നൊരു സ്ത്രീക്ക് വേണമെങ്കിൽ പറയാം. ഇത് കേട്ടാത്തൊന്നും ജോലിക്ക് പോകുക എന്നുള്ളത് വലിയ സുഖമുള്ള കാര്യമാണ് എന്നുള്ളത്, അത് ജോലിക്ക് പോകണരുത്തി വെച്ച് നോക്കണം. എന്നാൽ പുരുഷൻ എന്ത് പറയാം? എനിക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് പോകേണ്ടി വന്നു, കാരണം ഇസ്ലാം എനിക്കാണ് നിർബന്ധം തന്നിട്ടുള്ളത്, അതുകൊണ്ട് എൻ്റെ ഹയർ സ്റ്റഡീസ് മുടങ്ങി എന്ന് പുരുഷന് വാദിക്കാം. അപ്പോൾ ഇങ്ങനെ പുരുഷൻ ഇസ്ലാം പുരുഷ വിരുദ്ധമാണെന്ന് വാദിച്ചാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് വാദിച്ചാലും ഇസ്ലാം മനുഷ്യ പ്രകൃതിയോട് ചേരുന്നതാണ്. പുരുഷൻ ഏത് പ്രകൃതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചത് അതനുസരിച്ചുള്ള ബാധ്യതകൾ അവന് നൽകി, സ്ത്രീ ഏത് പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത് അതനുസരിച്ചുള്ള ബാധ്യത അവൾക്കും നൽകി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. ഈ ഇസ്ലാമിക് ഫെമിനിസം എന്നുള്ള ഒരു പുതിയൊരു കൺസെപ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനെ ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക് ഫെമിനിസം എന്നുള്ള ഒരു? ഒന്നാമത്തേത്
ഇസ്ലാമിക് പൊളിറ്റിക്സ്, ഇസ്ലാമിക് എക്കണോമി, ഇസ്ലാമിക് ഫൈനാൻസ്, ഇത്തരത്തിലുള്ള വാചകങ്ങളൊക്കെ പുതിയ കാലത്ത് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജിൻ്റെ കാലത്ത് വളരെ പ്രസിദ്ധമായിട്ട് വരുന്നുണ്ട്. ലോകത്ത് അങ്ങനെ ഒരു എന്താ പറയുക, ഇസ്ലാമിനെ ഒരു അതറായിട്ട് പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റു ഐഡിയോളജികളുടെ അതറായിട്ട് പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇസ്ലാം മറ്റ് ഐഡിയോളജികളൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ളതായിരിക്കും. ഇപ്പോൾ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം, അത് എക്കണോമിക് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അതിൻ്റെ അതറായിട്ട് നമ്മൾ ഇസ്ലാമിനെ കൊണ്ടുവരുമ്പോൾ ഇസ്ലാം നോട്ട് ഓൺലി ഫോർ എക്കണോമിക്സ് അല്ല, ഇസ്ലാം എല്ലാ കാര്യത്തെയും. അപ്പോൾ മറ്റു ഐഡിയോളജികളുടെ കൂട്ടത്തിൽ ഇസ്ലാമിന് തൂക്കി നോക്കാനേ പാടില്ല എന്നല്ല. ഇസ്ലാം ബിയോണ്ട് ഇസംസ് ആണ്, ഇസ്ലാം ബിയോണ്ട് ഐഡിയോളജീസ് ആണ്. അപ്പോൾ ഇസ്ലാമിക് ഫെമിനിസം ഇത്തരത്തിലുള്ള ഇസ്ലാമിനോട് ചേർന്ന് മറ്റു മേഖലകളിൽ ഇസ്ലാമിക് തിയറികൾ കൊണ്ടുവരുന്നതിനോടുള്ള മൊത്തത്തിലുള്ളൊരു പ്രതികരണം നമ്മൾ പറഞ്ഞത്. ഇസ്ലാമിക് ഫെമിനിസത്തിലേക്ക് വരികയാണെങ്കിൽ ഞാനിപ്പോഴും പറയാറുള്ളത് ഹലാൽ പോർക്ക് പോലെയാണെന്നാണ്. ഹലാൽ പോർക്ക് കേട്ടാൽ നമ്മളൊക്കെ വിചാരിക്കുക അങ്ങനത്തെ ഒരു സാധനം ഇല്ലയെന്ന്. സത്യത്തിൽ ഹലാൽ പോർക്ക് ഉണ്ട്, ദുബൈയിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്താ ചെയ്യണത്? ബീഫ് എടുത്തിട്ട് അതിൽ പോർക്കിൻ്റെ ഫ്ലേവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ പോർക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, എന്നാൽ സാധനം ഹലാലായിരിക്കും. സത്യത്തിൽ പോർക്ക് ഹലാലല്ലല്ലോ, എന്നിട്ട് ഹലാലാക്കാൻ വേണ്ടി ഇങ്ങനെ കൃത്രിമമാക്കി ചെയ്യല്ലേ എന്നതുപോലെ ഫെമിനിസം ഒരു ഇസ്ലാമിക് അല്ല ഒരിക്കലും. എന്നിട്ട് എന്ത് ചെയ്യണം ഇവർ? ഇസ്ലാമിനെ പരമാവധി ഫെമിനിസത്തിനോട് ചേർത്ത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. അത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ടി വരുന്നത് ഈ ആധുനിക കാലത്ത് ഫെമിനിസം വളരെ മികച്ച മൂല്യമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അത് വിശ്വസിച്ചിട്ട് ഇസ്ലാം ഒഴിവാക്കാനും വയ്യ, എന്നാൽ ഫെമിനിസം ആണെങ്കിൽ സ്വീകരിക്കും വേണം. ആ ഒരു ഡൈലമ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആളുകൾ മുന്നോട്ട് വരുന്നത്. ഈ ഫെമിനിസ്റ്റ് വാദികളുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ, ഉദാഹരണത്തിന് ആമിന വധൂദിനെയുള്ള അല്ലെങ്കിൽ അസ്മാ ബിർലാസിനെ പോലുള്ള ആളുകൾ പറയുന്നത്, ഇസ്ലാം എഴുതപ്പെട്ട കാലത്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം വന്ന കാലഘട്ടത്തിൽ അതൊരു പുരുഷ കേന്ദ്രീകൃതമായുള്ള ആളുകളായിരുന്നു ഇതിൽ മുന്നോട്ട് വന്നിരുന്നത്. അതുകൊണ്ടാണ് അത് പുരുഷ മേധാവിത്വമുള്ള ഒരു പാട്രിയാർക്കൽ സ്വഭാവത്തിൽ ഇസ്ലാം വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ഒരു റീ ഇൻ്റർപ്രിട്ടേഷൻ്റെ കാലമാണ്, ഇനി സ്ത്രീകൾ മുന്നോട്ട് വരുന്ന കാലങ്ങളാണ്. അതുകൊണ്ട് ഇനി പുതിയൊരു ഒരു ഒരു കാര്യങ്ങൾ മുന്നോട്ട് പെണ്ണുങ്ങളെ രീതിയിൽ. പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു ഡെമോക്രാറ്റിക് ചിന്തയാണ്. ഇപ്പോൾ ഒരു നിയമസഭയിൽ നിയമം പാസ്സാക്കുന്നത് ആളുകൾ വോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ 50% സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന് അവകാശപ്പെടുന്നത് ലോജിക്കലാണ്. ഇസ്ലാമിക്കലി വാലിഡ് ആണോ അല്ല എന്നുള്ള അനദർ ഡിസ്കഷൻ. ലോജിക്കലാണ്. കാരണം എന്താ? സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമം വരുമ്പോൾ അവിടെ 15% സ്ത്രീകളോട് തീരുമാനിക്കണം. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ലെജിസ്ലേഷൻ എന്നത് ഫുഖഹാക്കളുടെ ജോലിയല്ല. ഇസ്ലാമിൽ ശരീഅത്ത് നടപ്പിലാക്കേണ്ടത് അള്ളാഹുവാണ്, റസൂലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫുഖഹാക്കൾക്ക് ഒരിക്കലും നിയമം ഉണ്ടാക്കാനുള്ള എന്തില്ല, ഒരു അതോറിറ്റി ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലാണ് അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഈ അള്ളാഹു പ്രവാചകനിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതിനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കലാണ് അവരുടെ ദൗത്യം. അവിടെ അവർ ഒരു ബയാസും അവരെ പഠിച്ചിട്ടില്ല. ഇത് നമുക്ക് മനസ്സിലാണെങ്കിൽ ഉസൂൽ ഫിഖ് പഠിക്കണം. എങ്ങനെയാണ് ഇമാമിയങ്ങൾ നിയമം നിർദ്ധരിച്ചതെന്ന് മനസ്സിലാക്കണം. അവരതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും അധ്വാനങ്ങളും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്ത ആളുകൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഫുഖഹാക്കളൊക്കെ പുരുഷന്മാരല്ലേ, 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളും പുരുഷന്മാരാണ്, സ്ത്രീകളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പുരുഷന്മാർക്ക് അനുകൂലമായൊരു ഫിഖ് ഉണ്ടാക്കി എന്നൊരു വായനയ്ക്കൊരു ഒരു ഫാൻറ്റസി ഉണ്ട് അല്ലേ, ഒരു ഫാൻറ്റസിയുടെ ഒരു സുഖമുണ്ട് കേൾക്കുന്ന സമയത്ത്. പക്ഷേ ഇത് പഠിച്ചു നോക്കുമ്പോൾ ഇവർക്ക് കൃത്യമായ ഉസൂലുകൾ ഉണ്ടെന്നും ആ ഉസൂലുകൾ അനുസരിച്ച് ഇന്നും നമുക്ക് ഇതേപോലെ നിയമങ്ങൾ, ഇവർ കണ്ടെത്തിയ നിയമങ്ങൾ ബോധ്യപ്പെടാനും പറ്റുന്നുണ്ട്. അവരൊരിക്കലും അവരുടെ ഇപ്പോൾ ഒരു സ്ത്രീയായ ഒരു പണ്ഡിത ഈ ഉസൂലുകളൊക്കെ പഠിച്ചു, ഈ പ്രമാണങ്ങളിൽ നിന്ന് ഇതേ നിയമങ്ങൾ തന്നെ നിർദ്ധരിച്ചെടുക്കുക. കാരണം ഇതൊരു വളരെ ഒബ്ജക്റ്റീവായി വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഫുഖഹാക്കളൊക്കെ പുരുഷന്മാരായി? അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതൊരു ഇസ്ലാമിൽ ഫഖീഹാകാൻ ഒരു മദ്ഹബിൻ്റെ ഇമാമാവൻ സ്ത്രീക്ക് തടസ്സമില്ല. കാരണം ആയിഷ ബീവി മദ്ഹബിൻ്റെ ഇമാമാണ്. മദ്ഹബ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ജിത്തിഹാദിന് യോഗ്യതയുള്ള സ്ത്രീയായിരുന്നു. പക്ഷേ അവരുടെ മദ്ഹബ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ അനേകം മദ്ഹബുകളുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഷാഫി ഇമാമിനെ പോലെ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളായി പിൽക്കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട അറിയപ്പെട്ട ആളുകൾ സ്ത്രീകൾ വന്നില്ല? കാരണം എന്താ വെച്ചാൽ ഇവർ ചെയ്ത ത്യാഗം, ഇവർ ചെയ്ത യാത്രകൾ, ഇവർ നടത്തിയ പഠനങ്ങൾ, ഇവർ ഒരുപാട് അധ്യാപകർ ഉസ്താദുമാരെ ചെന്ന് പഠിക്കാൻ കിട്ടിയ അവസരങ്ങൾ, ഈ അവസരങ്ങൾ ആ കാലത്ത് സ്ത്രീകൾക്ക് പ്രാപ്യമല്ല. ആ കാലത്ത് സ്ത്രീകൾക്ക് അത്ര യാത്രാ സൗകര്യങ്ങളില്ല. സ്ത്രീകൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ ആ കാലത്ത് എല്ലാ മേഖലയിലും സ്ത്രീകൾ പിന്നോട്ട് പോയി. അത് ആ കാലത്തെ യാത്രാ സൗകര്യം മറ്റും അടക്കമുള്ള ഇത് പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെന്ന് ഫുഖഹാക്കളായിട്ട് വരാതിരുന്നത്. സ്ത്രീകൾ ഇനി ഫുഖഹാക്കളായി വന്നിരുന്നെങ്കിൽ തന്നെ, ആയിഷബിയെ പോലെയുള്ള മഹദിമാർ വന്നിരുന്നെങ്കിൽ തന്നെ ഇതേ ഫിഖ് തന്നെ വരുള്ളൂ. കാരണം ഇത് വളരെ വസ്തുനിഷ്ഠമായി നിർദ്ധരിച്ചെടുത്താണ്. അല്ലാതെ ഈ നിയമസഭയിൽ നിയമം പാസ്സാക്കുന്ന പോലെ വോട്ട് ചെയ്തിട്ടിട്ട് 4 മദ്ഹബിൻ്റെ ഇമാമികൾ, 4 പുരുഷന്മാരല്ലേ, അവർ നിയമം ടോസ് ഇട്ട് നോക്കിയിട്ട് തീരുമാനിക്കണതല്ല എന്നുള്ളതാണ്. ഇനിയൊരു അവസരം ഈ ആമിനവധുള്ള പോലുള്ള ആളുകൾക്ക് ഇനിയൊരു അവസരം കൊടുത്താലും അവർ ഉണ്ടാക്കുക
പഴയ കാലത്തെ ഫിഖ് തന്നെ ആയിരിക്കും എന്നാണ് താങ്കൾ പറയുന്നത്. ചെയ്യാനുള്ള യോഗ്യത അവർക്ക് വേണമെന്നല്ല. അവരിപ്പോ ഇവർക്ക് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇവർക്ക് എന്താ ഒബ്ജക്റ്റീവ്? നമ്മുടെ ഇമാമിയങ്ങളുടെ ഒബ്ജക്റ്റീവ് അള്ളാഹുവിന്റെ നിയമം കണ്ടെത്തുക എന്നുള്ളതാണ്. അവർക്ക് വ്യക്തി താല്പര്യങ്ങളില്ല. ഇവർക്ക് അള്ളാഹുവിന്റെ നിയമം കണ്ടെത്തലല്ല, മറിച്ച് ഫെമിനിസത്തിനോട് ചേർന്ന് ഇസ്ലാമിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യാനാണ്. ഇവർക്ക് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇവർ പാർഷ്യലാണ്. ഇവർക്കൊരിക്കലും ഇസ്തിഹാദിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ല. അതിൻ്റെ മറ്റു യോഗ്യതകളൊക്കെ കിട്ടിയാൽ തന്നെ ഇവരുടെ ഇത് വാലിഡ് അല്ല. കാരണം ഇവർക്ക് റോങ് ഇൻറ്റൻഷൻ ഉണ്ട്. ഇൻറ്റൻഷൻ വെച്ചുകൊണ്ടൊരു കാര്യം റിസർച്ച് ചെയ്യാൻ പാടില്ലല്ലോ. ഇമ്പാർഷ്യലായിട്ടാണല്ലോ റിസർച്ച് ചെയ്യേണ്ടത്. ഇസ്ലാം ജെൻഡറിനെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇസ്ലാം ഇപ്പം മനുഷ്യനെയും മൃഗങ്ങളെയും വ്യത്യസ്തമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്താ? മനുഷ്യനും മൃഗങ്ങളും വ്യത്യസ്തമാണ്. മുതിർന്നവരെയും കുട്ടികളെയും വ്യത്യസ്തമായിട്ടാണ്. മുതിർന്നവരെ ആദരിക്കണം, കുട്ടികളെ വാത്സല്യം കാണിക്കണം. ഇത് സത്യത്തിൽ ഇനീക്വാലിറ്റി അല്ലേ? ഒരു അൾട്ടിമേറ്റ് എക്സ്ട്രീം ഡെമോക്രാറ്റിക് വാദി എന്താ പറയുക, ഒരു 10 വർഷം മുമ്പ് ജനിച്ചു എന്നത് ആദരിക്കപ്പെടാനുള്ളൊരു കാരണമല്ലല്ലോ. അത് അയാളുടെ ഒരു അംഗീകാരമൊന്നുമല്ല. അതുകൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. മാതാപിതാക്കൾ ആദരിക്കപ്പെടേണ്ടവരല്ല. അവരവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷന് വേണ്ടിയിട്ട്, സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്തോ ചെയ്തു, ഞാൻ എങ്ങനെയുണ്ടായി, എന്തിന് ഞാൻ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ വ്യത്യസ്തത പാടില്ല എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ പറയുന്നു പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ വ്യത്യസ്തരാണ്. മുതിർന്നവർ മുമ്പ് ജനിച്ചു, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മനസ്സിലാവും. അവരെ ആദരിക്കണം, കുട്ടികളോട് വാത്സല്യം കാണിക്കണം. പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസത്തെ ഇസ്ലാം പരിഗണിക്കുകയാണ്. അതുപോലെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ട്. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്. ആ പരിഗണന പുരുഷനും സ്ത്രീക്കും കൊടുക്കണം. രണ്ടുപേർക്കും അവരുടേതായ ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷനും ഉണ്ട്. ദീനിൽ എല്ലാത്തിനും റെസ്ട്രിക്ഷൻ ഉണ്ട്. കടലിന് റെസ്ട്രിക്ഷൻ ഇല്ലേ? കരയിലേക്ക് സുനാമി പോലെ അടിച്ചു കയറാൻ ആഗ്രഹിച്ചാലും തിരിച്ചു പോകണം. സൂര്യനും ചന്ദ്രനും റെസ്ട്രിക്ഷൻ ഇല്ല. അഷം സജരിയിലും മുസ്തഖരില്ല ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. എല്ലാത്തിനും റെസ്ട്രിക്ഷൻ ഉള്ള കൂട്ടത്തിൽ പുരുഷനുണ്ട് സ്ത്രീക്കുണ്ട്. അവരുടെ പ്രകൃതത്തിനനുസരിച്ചുള്ള കൽപ്പനകളും ഇളവുകളും വിലക്കുകളുമാണ് ഇരുവർക്കുള്ളത്. പ്രകൃതം സെറ്റ് ചെയ്ത് അള്ളാഹു തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. താങ്കളുടെ വിലപ്പെട്ട സമയത്ത് വളരെ നന്ദി പറയുന്നു. ജസാക്കല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.